നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മറ്റൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് സെഡേഷനെ കുറിച്ചാണ്. ഇപ്പോൾ പല കുട്ടികൾക്കും ഇപ്പോൾ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് വളരെ പേടിയുള്ള കുട്ടികളുണ്ടാവും. വലിയ ആൾക്കാർക്കും ഉണ്ട്. ഡെൻ്റൽ ചെയറിലിരിക്കുമ്പോൾ ഒരു പേടി, അല്ലെങ്കിൽ ഇഞ്ചക്ഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പേടിയൊക്കെ അസ്ഥാനത്താണ് ഇന്ന് നമുക്ക് ഡെൻ്റൽ കോൺഷ്യസ് സെഡേഷൻ ഉണ്ട്. കോൺഷ്യസ് സെഡേഷൻ എന്ന് പറഞ്ഞാൽ ബോധമയക്കം എന്നാണ് പറയുക. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, പ്രത്യേകിച്ച് ഇഞ്ചക്ഷൻ്റെ സമയത്ത് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അതല്ല, ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ചില കണ്ടീഷൻസ് ഉള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില നോർമലായിട്ടുള്ള വെർബൽ കമാൻഡ്സ് ഒക്കെ അവർക്ക് മനസ്സിലാകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ പേടിയുള്ള ആൾക്കാർക്കും, പേടിയുള്ള മുതിർന്ന ആൾക്കാർക്കൊക്കെ തന്നെ നമുക്ക് കോൺഷ്യസ് സെഡേഷൻ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നൈട്രസ് ഓക്സൈഡ് ഓക്സിജൻ മിക്സ്ചർ, ആ ഒരു മിശ്രിതം, ആ ഒരു ഗ്യാസിൻ്റെ മിക്സ്ചർ നമുക്ക് അങ്ങോട്ടേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോൺഷ്യസ് ആണ്, സെഡേറ്റഡ് ആയിരിക്കും. നോർമലി ഉള്ള അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധം പോകും. ഇവിടെ ബോധം ഉണ്ടായിരിക്കും. അതാണ് കോൺഷ്യസ്. സെഡേഷൻ എന്ന് പറഞ്ഞാൽ മയക്കമായി, ബോധമയക്കമാണ്. അതായത് നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ കമാൻഡ്സിനൊക്കെ റെസ്പോൺസ് ചെയ്യും. അദ്ദേഹത്തിന് ഒരു രോഗിയോട് കോൺഷ്യസ് സെഡേഷൻ ഇരിക്കുമ്പോൾ കൈ ഒന്ന് ഉയർത്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈ ഉയർത്താനായിട്ട് സാധിക്കും. ഇത് എത്രയാണെന്ന് ചോദിക്കുക, 2 ആണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് ഒരല്പം വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പെയിൻ്റെ ഒരു സെൻസേഷൻ, ഒരു യൂഫോറിക് സെൻസേഷനാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ, ഒരു സ്വർഗ്ഗലോകത്തെത്തിയതുപോലെ, വളരെ എന്താ പറയുക, ഒരു ഹാലൂസിനേറ്റഡ് എഫക്റ്റ് എന്ന് പറയാം. അത്രയും ഹാലൂസിനേഷൻ അല്ലെങ്കിൽ കൂടി തന്നെ കുറച്ചുകൂടി ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ അവിടെ പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറക്കുന്ന ഒരവസ്ഥയാണ്, ബിക്കോസ് ഓഫ് ദിസ് എഫക്റ്റ് ഓഫ് ഈ നൈട്രസ് ഓക്സൈഡ് ഗ്യാസ്. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 70% വരെയൊക്കെ അത് കൊണ്ടുപോകും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 30% ഒക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് ഉദ്ദേശിച്ച ഒരു റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ മാത്രമേ പേടിയുണ്ടാവുള്ളൂ, പ്രൊസീജിയറിന് പേടിയില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ ഒരു കോൺഷ്യസ് സെഡേഷനിൽ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പതുക്കെ അതിനെ പതുക്കെ കുറച്ച് സീറോയിൽ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യാം. കാരണം പിന്നെ മരവിച്ച് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആളിന് പേടിയില്ല, ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. ചില ആൾക്കാർ പറയുന്നത്, എനിക്ക് ഈ ഒരു ഡെൻ്റൽ പ്രൊസീജിയർ, ഇപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലോ സർജറി ആണെങ്കിലോ അല്ലെങ്കിൽ വിസ്ഡം ടൂത്ത് റിമൂവലൊക്കെ ആണെങ്കിൽ അത് തീരുന്നവരെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് പ്രൊസീജിയർ തീരുന്നവരെ കോൺഷ്യസ് സെഡേഷൻ യൂസ് ചെയ്യും. എപ്പോഴാണോ പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് വല്ലാതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹൈയിലോട്ട് കൊണ്ടുപോയിട്ട് പതുക്കെ അതുപോലെ തന്നെ ടേപ്പർ ചെയ്ത് ലോ ആക്കി തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ 5 മിനിറ്റ് എടുത്തുകൊണ്ടാണ് ഇപ്പോൾ 30%, 20%, 10% പതുക്കെ നമ്മുടെ സീറോയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രൊസീജിയർ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എത്ര പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും പേടിയില്ലാതെ ഡെൻ്റൽ ഇഞ്ചക്ഷൻ എടുക്കാനും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനും ബോധമയക്കത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമസ്കാരം.